സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് കൊച്ചിയിൽ 15-കാരൻ ആത്മഹത്യ ചെയ്തെന്ന പരാതിയിൽ സമഗ്ര അന്വേഷണത്തിന് പോലീസ്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ അധികൃതരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ആത്മഹത്യ ചെയ്ത മിഹിറിന്റെ അമ്മ നൽകിയ പരാതിയിൽ ചില വിദ്യാർത്ഥികളുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇതൊരു വലിയ പ്രതിഷേധ ക്യാമ്പയിനായി മാറുന്നുണ്ട്. ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം ജീവൻ ഇങ്ങനെ ഒടുക്കാൻ കാരണമായ രീതിയിൽ എന്ത് ക്രൂരതയാണ് ആ കുട്ടി നേരിടേണ്ടി വന്നത്? അത് ആ സ്കൂളിൽ മാത്രമല്ല, നേരത്തെ ആ കുട്ടി മുൻപ് പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് പോലും ആ മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ആഘാതം ആ കുട്ടിയെ വിട്ടുമാറിയില്ല. അങ്ങനെ കുടുംബത്തിന്റെ പരാതികൾ, കുടുംബം ഒരു വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ച പരാതികളെ എന്തായാലും സർക്കാരും പോലീസ് സംവിധാനങ്ങളും പൊതുസമൂഹവും ഒക്കെ ഏറ്റെടുത്തു എന്നതാണോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അതെ ശ്രീജ, കാരണം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് ആ അമ്മയുടെ കത്ത് പുറത്തു വന്നത്. ആ ഒരു സാഹചര്യത്തിൽ 15 വയസ്സുള്ള ഒരു കുട്ടി, അതും ആ സ്കൂളിൽ എത്തിയിട്ട് 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. മിഹ്റ ഗ്ലോബൽ സ്കൂളിൽ എത്തിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ആ 3 മാസത്തിനിടയിൽ അനുഭവിച്ച പീഡനങ്ങളുടെ കഥയാണ്, അല്ലെങ്കിൽ പീഡനങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു അമ്മ കത്തിലൂടെ പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര അന്വേഷണം നടത്തണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണത്തിൽ ഒരുങ്ങുകയാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കും. അതേസമയം സ്കൂൾ അധികൃതർ സ്കൂളിൽ റാഗിംഗ് നടന്നിട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ഈ മിഹിർ ആത്മഹത്യ ചെയ്ത കഴിഞ്ഞ ജനുവരി 15-ലാണ് മിഹിർ ആത്മഹത്യ ചെയ്തത്. ആ സാഹചര്യത്തിൽ സ്കൂളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു സ്കൂൾ അധികൃതർ പോലീസിന് അന്ന് നൽകിയെന്ന മൊഴി. മാത്രമല്ല, മിഹിറിനെ 3 മാസം മുൻപ് മറ്റൊരു സ്കൂളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തന്നെ ആ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. അതായത് മിഹിർ പ്രശ്നക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനാണ് സ്കൂൾ അധികൃതരും ശ്രമിച്ചത് എന്നുള്ള വിമർശനം ശക്തമാണ്. വലിയ പ്രതിഷേധമാണ് സ്കൂൾ അധികൃതർക്കെതിരെ ഉയരുന്നത്. വലിയ പ്രതിഷേധമാണ്. മാത്രമല്ല, ഇത്തരം വലിയ ഒരു സാഹചര്യത്തിലുള്ള എങ്ങനെയാണ് ഇത്ര ക്രൂരമായ സാഹചര്യത്തിലൂടെ ഈ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ള ഒരു സാഹചര്യം. നിറത്തിന്റെ പേരിൽ അവൻ മാറ്റി നിർത്തപ്പെടുന്നു, അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ അവൻ അധിക്ഷേപം വാങ്ങേണ്ടി വരുന്നു, ശാരീരിക മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി അതിന്റെ ടോയ്ലറ്റിൽ ക്ലോസറ്റിൽ മുഖം അമർത്തി വെച്ചിട്ട് ഫ്ലഷ് ചെയ്യുന്നു, അതിൽ നക്കിക്കുന്നു. ഇത്തരം അതായത് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലേക്ക്, സഹജീവിയോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ഉള്ള ക്രൂരതകൾ അയച്ചുവിടാൻ ഏത് മാനസികാവസ്ഥയിലാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് സ്കൂൾ അധികൃതർ പോലും മനസ്സിലാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അതിനെ തടയിടാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് വിമർശനത്തിനായി അവർക്ക് നേരെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിമർശനം. അതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ്. പ്രത്യേകിച്ചും ഇതൊരു വലിയ ദേശീയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഇതിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. അതല്ലെങ്കിൽ മാതൃകാപരമായ നടപടികളിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. സ്കൂൾ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഈ മകന്റെ മരണം, ഈ ആത്മഹത്യ മറച്ചുവെക്കപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളടക്കമാണ്. അതായത് ഈ കുട്ടികൾ നടത്തിയിട്ടുള്ള ചാറ്റിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയായിരുന്നു അന്ന് അമ്മ പുറത്തുവിട്ടിരുന്നത്. ഈ കുട്ടി മരിച്ച ശേഷവും അതിൽ ലെവലേശം കുറ്റബോധമില്ലാതെ, അല്ലെങ്കിൽ അവന്റെ മരണം ആഘോഷിക്കുന്ന തരത്തിലുള്ള ചാറ്റുകളൊക്കെ ആയിരുന്നു അവര് അന്ന് പുറത്തുവിട്ടിരുന്നത്. അത് ഏറെ തന്നെ തളർത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അമ്മ പ്രതികരിക്കേണ്ട. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വലിയ വിഷയമാകുന്ന, അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരുതരം മാനസിക ആരോഗ്യമില്ലാത്ത ഒരു തലമുറയെ വാർത്തെടുക്കുന്ന തരത്തിലേക്ക് ഗ്ലോബൽ സ്കൂൾ മാറുകയാണ്. അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ അതിന് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലേക്കാണ് അവരുടെ നീക്കങ്ങൾ എന്നുള്ള നിരീക്ഷണമാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമുണ്ട്. ഇതിൽ വലിയ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ കുട്ടി ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് ആ കുട്ടിയെ തള്ളിയിട്ടത് ആരാണ്, എന്തായിരുന്നു ആത്മഹത്യക്ക് പിന്നിൽ എന്നുള്ളത് അറിയാൻ ഈ പൊതുസമൂഹവും കാത്തിരിക്കുന്നുണ്ട്. ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ മകനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ചെന്നിത്തല സ്വദേശി രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 92 വയസ്സുണ്ട്. ഇന്ന് പുലർച്ചെയാണ് സംഭവം.
ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മകനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ രണ്ടുപേർ രാഘവനും ഭാരതിയും മരിച്ചതല്ല, അത് കൊലപാതകം തന്നെയാണ് എന്ന് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിന് തുടർച്ചയാണ് ഇപ്പോൾ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. അല്പസമയത്തിനകം ഈ സംഭവത്തിൽ കൊലപാതക കേസ് എടുക്കും. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, വിജയൻ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു എന്നതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇത്രയും പ്രായമായ രണ്ട് മനുഷ്യന്മാരെ ചുട്ടുകൊല്ലാൻ തക്ക വിധത്തിൽ എന്തായിരുന്നു ഇതിന്റെ പ്രകോപനം? സ്വത്ത് തർക്കം മാത്രമാണോ? ദൈനംദിനം അവിടെ ഈ മകൻ പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഒരു മാസം മുമ്പ് അച്ഛന്റെ കൈ മകൻ വിജയൻ തല്ലി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും പോലീസിൽ പരാതിയുണ്ട്. അത് സംബന്ധിച്ച നിയമ നടപടികൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ താമസിക്കുന്ന വീടും പുരയിടവും ഇയാളുടെ പേരിലേക്ക് എഴുതി നൽകുന്നില്ല എന്നതടക്കമുള്ള തർക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാനുള്ളത് ഇത് കൊലപാതകമാണെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിജയൻ അത്തരത്തിലുള്ള കുറ്റസമ്മത മൊഴി പോലീസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ എഫ്ഐആർ ഇടും എന്നുള്ളതാണ് നമുക്ക് മാന്നാർ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ സ്വത്ത് തർക്കം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3:30 ഈ മാന്നാറിൽ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടിന് തീ പിടിച്ചതായി ആ പ്രദേശത്തുള്ള നാട്ടുകാർ കാണുന്നത്. തുടർന്ന് തീയണച്ചപ്പോൾ ആ വീട്ടിൽ താമസിച്ചിരുന്ന ചെന്നിത്തല കോട്ടമുറി കൊച്ചേറ്റ് വീട്ടിൽ രാഘവൻ, അദ്ദേഹത്തിന് 92 വയസ്സാണ്, ഭാര്യ ഭാരതി 90 എന്നിവർ വെന്തം മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരുന്നത്. തുടർന്ന് മകനെ ആദ്യം പോലീസ് ആ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നാട്ടുകാരാണ് വീടിന്റെ തീയണച്ചത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി. വീട് പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. വിജയനെ കൊണ്ടുവരികയും ചെയ്തു. ഇവർക്ക് 5 മക്കളാണ്. ഈ ഭാരതിക്കും ഒപ്പം തന്നെ രാഘവനും ഉള്ളത്. ഇതിൽ 3 പേർ മരണപ്പെട്ടു. ബാക്കി 2 പേർ വിജയനും ഒരു സഹോദരിയും മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ഈ അച്ഛനും അമ്മയുമായി നിരന്തര സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇടയ്ക്കൊക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആക്രമിച്ചപ്പോൾ കൈക്ക് പൊട്ടലേൽക്കുന്ന, എല്ലിന് പൊട്ടലേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ രാഘവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് മാന്നാർ പോലീസ് രാവിലെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിനിടയിലാണ് ഇയാൾ ഇപ്പോൾ ഇങ്ങനൊരു ക്രൂരമായ കൃത്യം ചെയ്തിരിക്കുന്നത്. വയോധികരായ അച്ഛനെയും അമ്മയുമാണ് മകൻ വീടിന് തീയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. കുറ്റസമ്മത മൊഴി പോലീസ് വിജയൻ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അല്പസമയത്തിനകം തന്നെ കൊലപാതക കുറ്റത്തിന് പോലീസ് കേസെടുക്കും. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകുന്നത്. അച്ഛനെയും അമ്മയെയും ചുട്ടുകൊന്ന മകന്റെ വാർത്തയാണ് ഇന്നത്തെ ദിവസം വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളുടെ വാർത്തകളാണെങ്കിൽ ഇന്ന് ഏറ്റവും ഒടുവിൽ വരുന്നത് അച്ഛനെയും അമ്മയെയും, അതും വൃദ്ധ ദമ്പതികൾ 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള അച്ഛനെയും അമ്മയെയും കത്തിച്ച് കൊന്ന വാർത്തയാണ്. അതും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ. ശരണ്യ, ഇയാളൊരു സ്ഥിരം പ്രശ്നക്കാരൻ എന്ന നിലയ്ക്കാണോ നാട്ടുകാർ പറയുന്നത്? അതോ ഈ സ്വത്ത് തർക്കം, വീട്ടുകാരോടുള്ള പ്രശ്നം, അതാണോ ഇതിലേക്ക് നയിച്ചത്? ഇയാളുടെ പേരിലേക്ക് സ്വത്ത് എഴുതി നൽകാത്തതാണ് ഈ പ്രകോപനത്തിന് കാരണം എന്നുള്ളതാണ്. നാട്ടുകാരുമായുള്ള പ്രശ്നങ്ങൾ മറ്റാ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ വീട്ടുകാരുമായി ദൈനംദിനം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇയാൾ നിലവിൽ ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇയാൾ വിവാഹത്തിനോ ഒന്നുമല്ല. അച്ഛന്റെയും അമ്മയുടെയും കൂടി, പ്രായമായ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഇയാളാണ് വിജയനാണ് താമസിച്ച് വരുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നും പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്.
ലഭിക്കുന്ന വിവരം ഈ സ്വത്ത് വീതി താമസിക്കുന്ന പുരയിടം വഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. രാഘവനും ഒപ്പം തന്നെ ഭാരതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. ഈ സ്വത്ത് നൽകണം എന്ന് അച്ഛനും അമ്മയ്ക്കും ഇത്രയും പ്രായമായി തന്റെ പേരിലേക്ക് സ്വത്ത് എഴുതി നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെടാറുണ്ടെന്നും ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുമുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു തർക്കത്തിനിടയിലാണ് ഈ കൈക്ക് ഈ രാഘവന് പരിക്കേൽക്കുന്ന രീതിയിലുള്ള അക്രമം വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്തത്. പിന്നീട് അത് മറ്റ് നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പോ കഴിഞ്ഞ ദിവസവും വീണ്ടും ഈ സ്വത്ത് സംബന്ധിച്ച വീട് എഴുതി നൽകുന്ന സ്ഥലവും എഴുതി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് രാഘവൻ വീണ്ടും മാന്നാർ പോലീസിൽ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വിജയൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് വേണ്ടി, അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ പരാതി നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോ സ്റ്റേഷൻ രാവിലെ എത്താനായി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് എത്താനായിരിക്കുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെയോടെ ഈ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇയാൾ തന്നെ വീടിന് തീയിട്ടു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അത്തരം ഒരു കുറ്റസമ്മത മൊഴി പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അയാൾ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കൊലപാതകത്തിന് FIR ഇടും. ഇപ്പോൾ ചെങ്ങന്നൂർ ഡിവൈഎസ്പി വിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി പരിശോധനകളും ഒക്കെ നടത്തി. മാന്നാർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. മാന്നാർ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ പ്രതി ഉണ്ട് എന്നുള്ളതാണ്. അയാൾ അത്തരത്തിലൊരു കുറ്റസമ്മതവും നടത്തിയിരിക്കുന്നത്. സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഇപ്പോൾ ആലപ്പുഴ മാന്നാറിലുണ്ടായിട്ടുള്ളത്. വയോധികരായ 90-92 വയസ്സുള്ള അച്ഛനെയും അമ്മയുമാണ് മകൻ വീടിന് തീവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന സംഭവമാണ് ഇപ്പോൾ മാന്നാറിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് സ്വത്ത് തർക്കം തന്നെയാണ്. ഈ സ്ഥലം എഴുതി നൽകുന്നതുമായി ബന്ധപ്പെട്ട നിരന്തര വഴക്ക് അച്ഛനും അമ്മയുമായി ഈ പ്രതിയായ വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു കുറ്റസമ്മതത്തിലേക്ക് ഇയാൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. FIR കൊലപാതകത്തിനുള്ള FIR ഇടും. പുലർച്ചെ 3:30 വീട്ടിൽ തീ ഉയരുന്നത് കണ്ട് അടുത്തുള്ള നാട്ടുകാരാണ് തീ അണയ്ക്കാൻ ശ്രമിച്ചത്. അയൽവാസി ബന്ധുമായ ആളുകൾ നിരന്തരം ഇയാളുമായി അച്ഛനും അമ്മയും ഇയാൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോ തൊട്ടടുത്ത വീട്ടില് ഉള്ള ആളുകൾ തീ ഉയരുന്നത് കണ്ടിട്ട് അവരാണ് വീടിന് തീ ആദ്യം കെടുത്താൻ ശ്രമിച്ചത്. പക്ഷെ പൂർണ്ണമായി വീട് കത്തി നശിച്ചിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ അകത്തുണ്ടായിരുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മകൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പോലെ തന്നെ പ്രായമായ 90-92 വയസ്സുള്ള നിരാലംബരായ മനുഷ്യരാണ് ആ വീടിനകത്ത് ചുട്ടരിച്ച് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ശ്രീജ, ശരണ, ഈ ആദ്യ ഘട്ടത്തിൽ നമുക്ക് കിട്ടിയ വിഷ്വൽസിൽ തന്നെ അവിടെയുള്ള ഒരു ചെറിയ പയ്യനൊക്കെ പറയുന്നുണ്ട് ഇയാളായിരിക്കും അത് അങ്ങനെ വെറുതെ തീ പിടിക്കാൻ സാധ്യതയില്ല, അയാൾ തന്നെ ആയിരിക്കും ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതായത് നാട്ടുകാർക്കൊക്കെ അറിയാം അവിടുത്തെ പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അത്തരത്തിൽ ഇയാൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്, മുൻപ് കൈയൊടിച്ചിട്ടുണ്ട്. അത് നമുക്ക് വീണ്ടും വീണ്ടും ഇത്തരം വീഴ്ചകൾ, അതായത് ഇന്നിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കടുങ്കയിലേക്ക് ഇയാൾ കടക്കുമെന്ന് ആരും കരുതി കാണില്ല അല്ലേ? നിരന്തരം ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവാറുണ്ട്. അച്ഛനും ഈ അമ്മയും ഈ മകനുമാണ് ഒന്നിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. പലപ്പോഴും തർക്കം ഉണ്ടാവാറുണ്ട്. സ്റ്റേഷനിൽ പലപ്പോഴും പരാതി എത്താറുണ്ട് എന്നുള്ളതാണ്. ഈ പോലീസ് തന്നെ അത് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പോകുമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം അതിനെ മുൻകൂട്ടി കാണാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കൈ ഒടിച്ച സംഭവത്തിനകത്ത് പോലും പലപ്പോഴും നമുക്കറിയാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതി വരുന്നു മകനാണ്. പല കേസുകളിലും അത്തരത്തിൽ വീട്ടുകാർ തന്നെ പിന്നീട് ആദ്യഘട്ടത്തിൽ പരാതിയുമായി സമീപിക്കുകയും പിന്മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ മകന്റെ കൂടെയാണ് അച്ഛനും അമ്മയും താമസിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസിന് അറിയാവുന്നതാണ്. ഇത് ഇത്ര മാത്രം ഒരു ക്രൂരമായ സംഭവത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു മുൻകൂട്ടി കാണാനുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഇനി എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മകൻ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി ഇവരുടേതായി
മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവരെ സംസാരിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഈ വിജയൻ നൽകിയിരുന്നു. അതിന്റെ കൂടി പ്രകോപനമുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇയാൾ ആദ്യം വീടിനകത്ത് ഇറങ്ങിപ്പോകുന്നത് ഒരു കസേരയുമായി ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ള അയൽവാസികൾ വ്യക്തമാക്കുന്നത്. പക്ഷേ പിന്നീട് കസ്റ്റഡിയിലേക്ക് ഇയാൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ വല്ല ആത്മഹത്യയിലേക്കാണോ എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എന്നാലും ആൾ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ മാന്നാർ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. കൊലപാതകത്തിലേക്ക് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിലേക്ക് ഇങ്ങനെ പോകുമെന്നുള്ളൊരു കാഴ്ചപ്പാട് ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇയാള് വീട്ടുകാരുമായി നിരന്തരം വഴക്കുണ്ടാവാറുണ്ട്. ഈ സ്വത്ത് എഴുതി നൽകാത്തത് കൊണ്ട് തന്റെ പേരിലേക്ക് സ്വത്ത് എഴുതി നൽകണം എന്നാവശ്യപ്പെട്ട് 92 മേൽ വയസ്സ് പ്രായം അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. തന്റെ പേരിലേക്ക് സ്വത്ത് എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത് എഴുതി നൽകാത്തതിന്റെ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ വിജയന്റെ കൂടെയാണ് ഇവർ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ബാക്കി 5 മക്കളുണ്ടെങ്കിലും അവര് 5 പേരും 3 പേർ മരണപ്പെട്ടു. അതിൽ മകളുണ്ട്, മകൾ ഇവർക്കൊപ്പമില്ല. ഈ വിജയനാണ്, വിവാഹിതനല്ലാത്ത വിജയനാണ് ഇവർക്കൊപ്പം താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അത്തരത്തിൽ ഇനി മറ്റു ലഹരിക്ക് അടിമയാണോ, മദ്യപാനമുണ്ടോ എന്നുള്ള അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ശരി ശരണ്യ, എന്നാലും അതിദാരുണമായ വാർത്തയാണ്. 92 വയസ്സുള്ള വൃദ്ധ ദമ്പതികളെ മകൻ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ, സ്വത്ത് മകന്റെ പേരിൽ എഴുതി നൽകാത്തതിന്റെ പേരിൽ വീടിന് തീവെച്ച് ചുട്ടുകൊന്നു എന്നൊരു അതിദാരുണമായ, മലയാളികൾ ഞെട്ടേണ്ട അല്ലെങ്കിൽ നാണിക്കേണ്ട തരത്തിലുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ഇനി മറ്റ് വിവരങ്ങൾ ഉടൻ തന്നെ ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതിലേക്ക് നമുക്ക് തിരിച്ചെത്താം. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് 2 വീലർ നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. 9 കോടിയോളം രൂപ ഇത്തരത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തൊടുപുഴ ചൂരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അനന്തു. മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് 2 വീലർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം നിക്ഷേപിപ്പിച്ചു. 62 സീഡ് സൊസൈറ്റികൾ മുഖേന പ്രതി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് പരാതികൾ ലഭിച്ചിരുന്നു. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ തട്ടിപ്പ് നടത്തിയത്. ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പ്രതി സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിപ്പ് നടത്തിയ പണം ചെലവഴിച്ചത്. നേരത്തെയും നിരവധി പരാതികൾ ഇക്കാര്യത്തിന് പോലീസിന് ലഭിച്ചിരുന്നു. എറണാകുളം കച്ചേരിപ്പടിയിൽ മറ്റൊരു തട്ടിപ്പിനായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കണ്ണൂരിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ മരണം മേലുദ്യോഗസ്ഥരുടെ പീഡനം മൂലമെന്ന് പരാതി. ഒടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്കായിരുന്ന ഉഷാകുമാരിയാണ് കഴിഞ്ഞ ദിവസം വീട്ടുവളപ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരിമ്പം സ്വദേശി KP ഉഷാകുമാരി കഴിഞ്ഞ മാസം 26-നാണ് ജീവനൊടുക്കിയത്. ഒടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്കായിരുന്നു. മരണത്തിന് കാരണം മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനമെന്നാണ് പരാതി ഉയരുന്നത്. ഹാഫ് ലീവ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിക്കൽ ഓഫീസർ ഇവിടെ എത്തുകയാണ്. ഇതിൻ്റെ അകത്ത് ദുരൂഹമത ഒരുപാട് നടക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തി ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ ആത്മഹത്യാക്കുറിപ്പ് നിലനിൽക്കുമ്പോൾ സമഗ്രമായ അന്വേഷണം നടത്തി പാവങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒടുവള്ളി പോലുള്ള ഒരു PHCയിൽ ഒരു ജീവനക്കാരി തന്നെ മരിക്കുവാൻ ഒരു മെഡിക്കൽ ഓഫീസർ കാരണമായെങ്കിൽ ആ മെഡിക്കൽ ഓഫീസറെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി ശക്തമായ നിയമപരിപാടിയുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുക. മരണത്തിനു മുൻപ് ഉഷാകുമാരി DMOയ്ക്ക് വിശദമായ കത്തെഴുതി വച്ചിരുന്നു. കത്ത് തളിപ്പറമ്പ് പോലീസിന്റെ കൈവശമാണ്. മേലുദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് കത്തിലുള്ളത്. ഫണ്ട് തിരിമറിയിൽ പങ്കാളിയാക്കാൻ ശ്രമിച്ചെന്നും ഇതിന് കൂട്ടുനിൽക്കാത്തതാണ് വിരോധത്തിന് കാരണമെന്നുമാണ് കത്തിലുള്ളത്. സ്വയം വിരമിക്കൽ അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ പോലും തടഞ്ഞുവെച്ചു.
ഇക്കാര്യം NGO യൂണിയനെയും അറിയിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ച ഒടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. വയനാട് തൊണ്ടർനാട് ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തി ബാഗിലാക്കി ഉപേക്ഷിച്ച കേസിൽ ഇന്ന് പ്രതിയുമായി തെളിവെടുപ്പ് നടന്നേക്കും. UP സ്വദേശി മുഖീബാണ് കൊല്ലപ്പെട്ടത്. ഉത്തർപ്രദേശ് സ്വദേശി തന്നെയായ മുഹമ്മദ് ആരിഫാണ് പ്രതി. ഇന്നലെയാണ് സംഭവം. ഈ കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയുമായി ഈ പ്രതിയുടെ ഭാര്യയുമായി കൊല്ലപ്പെട്ടയാൾക്കുണ്ടായിരുന്ന ബന്ധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. മൂഴിത്തോട് പാലത്തിനടിയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ അടങ്ങിയ ബാഗ് കണ്ടെടുത്തത്. വർക്കലയിൽ വൃദ്ധ മാതാപിതാക്കളെ പുറത്താക്കി മകൾ വീടിന്റെ ഗേറ്റ് അടച്ചു. 2ാം തവണയാണ് മകൾ ഇത്തരത്തിൽ മാതാപിതാക്കളെ പുറത്താക്കുന്നത്. പോലീസ് ഇടപെട്ടിട്ടും ഗേറ്റ് തുറക്കാഞ്ഞതോടെ നാട്ടുകാർ ഗേറ്റ് പൊളിച്ച് വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ കയറ്റി. വർക്കല ഐരൂർ ത്രിമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം വൃന്ദാവനം വീട്ടിലെ സദാശിവൻ, ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ സിജി വീടിന് പുറത്താക്കി ഗേറ്റ് അടച്ചത്. പോലീസ് സ്ഥലത്തെത്തി ആവശ്യപ്പെട്ടിട്ടും ഗേറ്റ് തുറക്കാൻ മകൾ കൂട്ടാക്കിയില്ല. പോലീസ് മതിൽ ചാടിക്കടന്ന് സംസാരിച്ചെങ്കിലും ഇവർ വഴങ്ങിയില്ല. ഇത് 2ാം തവണയാണ് ഇവർ മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് പൂട്ടുന്നത്. ഇത് 2ാമത്തെ പ്രാവശ്യം. ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഇതേപോലെ തന്നെ അവരൊരു 6 മണിയാകുമ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് അടുത്തൊരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൽ പോകാനായിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ഇതുപോലെ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. അങ്ങനെ നാട്ടുകാരും പോലീസൊക്കെ ഇടപെട്ട് ഇവരെ വിളിപ്പിച്ചു ഗേറ്റ് തുറന്നു. അവരന്ന് അകത്ത് കയറി ഇവളോടൊപ്പം അവിടെ 3 ദിവസം താമസിച്ചു. ഇവരോടുള്ള പ്രതികാര ബുദ്ധി എന്നുള്ള നിലയിൽ കറണ്ടിന് പൈസ അടയ്ക്കില്ല, വൈദ്യുതി ചാർജ് അടയ്ക്കില്ല, വൈദ്യുതി കട്ട് ചെയ്ത് ഇവള് എന്ത് ചെയ്തു, അവരുടെ സഹോദരന്റെ വീട്ടിലേക്ക് ഇവള് താമസം മാറി. ഈ അച്ഛനും അമ്മയും കറണ്ടില്ലാതെ 6 ദിവസം അവിടെ കിടന്നു. ഇതുപോലെ നമ്മളെ പോലെ നാട്ടുകാരുടെ ഒപ്പം പറഞ്ഞ് വിവരം പറഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഏകദേശം 6000 രൂപ അപ്പോഴും തന്നെ ഇലക്ട്രിസിറ്റിയിൽ ഗൂഗിൾ പേ ചെയ്ത് ഇലക്ട്രിസിറ്റി വിളിച്ചു പറഞ്ഞ് രാത്രി കറണ്ട് എടുത്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ വരികയാണ്. ഈ ഹിയറിംഗിൽ നിന്ന് പോവുകയും വീണ്ടും അവരെ പുറത്താക്കി കേട്ടടച്ചിരിക്കും. സിജിയും മാതാപിതാക്കളും തമ്മിൽ വീടിന്റെ അവകാശം സംബന്ധിച്ച് നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു. ഒത്തുതീർപ്പിനായി സബ് കളക്ടർ മുമ്പാകെ രക്ഷിതാക്കളും മകളും എത്തിയിരുന്നു. തുടർന്ന് രക്ഷിതാക്കൾക്ക് വീട്ടിൽ താമസിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ച് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ഇവിടെ നിന്ന് മടങ്ങിയ മകൾ വീട്ടിലെത്തി അകത്തുകയറി ഗേറ്റ് പൂട്ടി. പോലീസ് ആവശ്യപ്പെട്ടിട്ടും ഗേറ്റ് തുറക്കാതെ വന്നതോടെയാണ് നാട്ടുകാർ ഗേറ്റ് പൊളിച്ച് ഇരുവരെയും വീട്ടിൽ കയറ്റിയത്. മകളുടെ കടബാധ്യത തീർക്കാൻ സ്വന്തം വീട് വിറ്റ ശേഷം മകളുടെ പേരിൽ വാങ്ങിയ വീട്ടിൽ നിന്നാണ് മാതാപിതാക്കളെ പുറത്താക്കിയത്. ഇവർക്ക് മരണം വരെ താമസിക്കാനുള്ള അവകാശവും വീടിന്റെ പ്രമാണത്തിൽ പറയുന്നുണ്ട്. സദാശിവന്റെയും സുഷമയുടെയും ഇളയ മകളാണ് സിജി. 2 ആൺമക്കൾ കൂടെയുണ്ടെങ്കിലും മാതാപിതാക്കളെ ഏറ്റെടുക്കാൻ അവരും തയ്യാറാകുന്നില്ല. ന്യൂസ് 18 വർക്കല. കൊല്ലം പത്തനാപുരത്ത് പോലീസ് കഴിഞ്ഞ 2 മാസത്തോളമായി ഒരൊറ്റ പ്രതിക്ക് പിന്നാലെയായിരുന്നു. ഒരു യുവതിയെ പൊതുവഴിയിൽ വെച്ച് ഉപദ്രവിച്ചതിനു ശേഷം ഒളിവിൽ പോയ പ്രതി സജീവ് ഒടുവിൽ പിടിയിലായിരിക്കുന്നു. തൊണ്ടിയാമൺ സ്വദേശി സജീവിനെ പത്തനാപുരം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബർ 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ വക റബ്ബർ എസ്റ്റേറ്റിനടുത്ത് വെച്ചാണ് സജീവ് യുവതിയെ ഉപദ്രവിച്ചത്. യുവതിയുടെ നിലവിളി കേട്ട് തോട്ടം തൊഴിലാളികളും മറ്റും ഓടിയെത്തിയപ്പോഴേക്കും ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സജീവിനെ പിടികൂടാനായില്ല. മാങ്കോട് പൂങ്കുളഞ്ഞി വനമേഖലയിൽ ഒളിച്ചു താമസിച്ചു വരികയായിരുന്ന ഇയാളെ കഴിഞ്ഞ ദിവസമാണ് പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെട്ടിൽ സജീവ് എന്നറിയപ്പെടുന്ന സജീവ് ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്നാണ് വിവരം. പത്തനാപുരം ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ.